ഏറ്റവും പുതിയ ഒരു വാർത്തയിലേക്ക്. കൊല്ലം അഴീക്കൽ കടപ്പുറത്ത് അജ്ഞാത വസ്തു അടിഞ്ഞു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, അറബിക്കടലിൽ മുങ്ങിയ MSC എൽസ കപ്പലിൽ നിന്ന് കണ്ടെയ്നറിൽ നിന്ന് നിരവധി വസ്തുക്കൾ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ സുജു ടി ബാബു ചേരുകയാണ്. സുജു, എന്താണ് ഈ കണ്ടെയ്നറിനുള്ളിലുള്ള കാര്യം തന്നെയാണോ? എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? ഇപ്പോൾ നിലവിൽ പോലീസ് ഉണ്ടോ, കസ്റ്റംസ് ഉണ്ടോ, തീരസംരക്ഷണ സേന അവിടെ ഉണ്ടോ? എന്താണ് വിവരങ്ങൾ? സിജു, ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോട് ചെറിയ അഴീക്കൽ സ്ഥലത്ത് തന്നെ അവിടുന്ന് ഒരു 7 കിലോമീറ്റർ ഇപ്പുറയാണ് അഴീക്കൽ തലസ്ഥാനം എന്ന സ്ഥലത്താണ് ഇപ്പോൾ ചെറിയൊരു കുപ്പി വന്ന തീരത്ത് അടിഞ്ഞിരിക്കുന്നത്. അത് അതിനുള്ളിൽ രാസവസ്തുവാണോ എന്താണെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സ്ഥിരീകരണവുമില്ല. എന്തായാലും പ്രദേശവാസികൾ തന്നെയാണ് ഇതിപ്പോൾ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. നമുക്കിപ്പം ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അല്പസമയം മുമ്പാണ് ഇത്തരമൊരു കാര്യം പോലീസിന് വിവരം ലഭിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ആളുകളെ ഇങ്ങോട്ട് കയറ്റിവിടുന്നതിൽ നിയന്ത്രണമുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ നിയന്ത്രണമുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തുനിന്ന് ഏതാണ്ട് 7 കിലോമീറ്റർ അകലെ മാത്രമാണ് ഇത് ചെറിയഴിക്കൽ പ്രദേശത്ത് 2 കണ്ടെയ്നർ വന്ന് അടിഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു കണ്ടെയ്നറിൽ കാലിയായിരുന്നു, മറ്റൊരു കണ്ടെയ്നറിലായിരുന്നു കോട്ടൺ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടിരുന്നത് എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ സ്ഥലത്ത് ഇതിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ അകലെയുള്ള അജ്ഞാത വസ്തു എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കുപ്പിയാണത്. ഈ കാണുന്നതാണല്ലോ, ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണല്ലോ. ഇതാണോ നാട്ടുകാർ കണ്ട് അജ്ഞാത വസ്തു എന്ന് പറയുകയും ചെയ്തത്? ഏതായാലും ഈ കണ്ടെയ്നറിൽ നിന്ന് രാവിലെ നമുക്ക് പുറത്തു വന്ന വിവരമനുസരിച്ച് ആലപ്പുഴയിൽ എറിഞ്ഞ കണ്ടെയ്നറിൽ തുണിത്തരങ്ങളാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. ഇപ്പോൾ ഉള്ള ഈ വസ്തു എന്ന് പറയുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട, ഈ ലൈവ് ദൃശ്യങ്ങളിൽ കണ്ട ആ കുപ്പിയാണോ നാട്ടുകാർ കണ്ടത്? അത് അസ്വാഭാവികത ഉണ്ടെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ട കുപ്പി തന്നെയാണ് ഇവിടെ ആളുകൾ കണ്ടത്. ആ കുപ്പിക്കകത്ത് എന്താണെന്നുള്ള കാര്യത്തിൽ, കാരണം സാധാരണ ഇത്തരമൊരു തീരപ്രദേശത്ത് ഇങ്ങനെ ഇത്തരത്തിൽ കുപ്പികൾ വന്ന് അടിയുന്ന ഒരു പതിവില്ല. ഇത് അടച്ചു ഒരു കുപ്പി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യവും തീർച്ചയായിട്ടും പറയേണ്ടത് തന്നെയാണ്. എന്തായാലും ഈ സ്ഥലത്ത് ആളുകൾ ഇപ്പോൾ കൂടി നിൽപ്പുണ്ട്. നമുക്ക് ഈ പ്രദേശവാസികളോട് ചോദിക്കാവുന്നതാണ് എപ്പോഴാണ് ഇത് കണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഈ ലഭിക്കുന്ന വിവരം, നമുക്ക് ആ പരിമിതമായ അറിവുകൾ മാത്രമേ ഇക്കാര്യത്തിലുള്ളൂ എന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെ അല്ലെങ്കിൽ നേവി അല്ലെങ്കിൽ കസ്റ്റംസ് സംഘമൊക്കെ എത്തിയ ശേഷം മാത്രമേ ഇക്കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. സുജു, ഏതായാലും ഇപ്പോൾ ഈ കണ്ടെയ്നറുകൾ തീരത്തടിയുന്ന ഒരു സാഹചര്യം മൊത്തത്തിൽ തീരപ്രദേശങ്ങളിലുള്ളവരൊരു ആശങ്കയിലുമാണ്. സർക്കാർ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇത് സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ഇനി ഇത്തരത്തിൽ തീരത്തടിയുന്ന ഏത് വസ്തുവിനെ സംബന്ധിച്ചും ഒരു അസ്വാഭാവികതയും ആളുകളിൽ സംശയം ജനിപ്പിക്കുകയും ചെയ്യും. ഇത് കണ്ടിട്ട് പേടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഏതായാലും കണ്ടെയ്നറുകൾ അടിയുന്നുണ്ട്. ഈ തീരത്തടിഞ്ഞ പല കണ്ടെയ്നറുകളിലും കാലിയായിരുന്നു. അതിനകത്ത് ഒരു വസ്തുക്കളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിലവിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ആലപ്പുഴയിൽ അടിഞ്ഞ ഒരു കണ്ടെയ്നറിൽ തുണിത്തരങ്ങളായിരുന്നു എന്നാണ് കണ്ടെത്താനാണ് കഴിയുകയും ചെയ്തത്. ഇപ്പോൾ നിലവിൽ സുജു നിൽക്കുന്നത് ചെറിയഴിക്കലാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെ രാജ്കുമാറുമുണ്ട്, കൊല്ലം തീരത്ത് രാജ്കുമാറുമുണ്ട്. നിലവിൽ കൊല്ലത്ത് ചെറിയഴിക്കലും അഴീക്കലും ഉൾപ്പെടെ എത്ര കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട്? ആ കണ്ടെയ്നറുകളിൽ നിന്ന് എന്തെങ്കിലും വസ്തുക്കൾ കണ്ടെത്താനായോ? ഏതൊക്കെ തരത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റംസിൻ്റെയും പോലീസിൻ്റെയും ഒപ്പം തന്നെ തീരസംരക്ഷണ സേനയുടെയും ഒരു പരിശോധനയും മുന്നൊരുക്കങ്ങളും നടക്കുന്നത്? സിജു, ഞാൻ നിൽക്കുന്ന ചെറിയഴിക്കൽ 2 കണ്ടെയ്നറാണ് തീരത്ത് അടിഞ്ഞിരിക്കുന്നത്. അത് 2 കണ്ടെയ്നറിൽ ഒരു കണ്ടെയ്നർ കാലിയാണെന്നുള്ള കാര്യത്തിൽ, അതിലൊന്നുമില്ലായിരുന്ന കാര്യത്തിൽ ആശ്വാസം പകരുന്നതാണ്. മറ്റൊരു കണ്ടെയ്നറിൻ്റെ അകത്ത് ഈ കോട്ടൺ വസ്തുക്കളാണെന്നാണ് വിവരമാണ് ലഭിക്കുന്നത്. അത് സ്ഥലത്തെ ഈ ആലപ്പാട് പഞ്ചായത്താണ്. പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ്. ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് കണ്ടെയ്നറുകളുടെ നമ്പർ അയച്ചു കൊടുത്തപ്പോൾ അവിടുന്ന് ലഭിച്ച വിവരം കോട്ടൺ വസ്തുക്കളാണെന്ന് ആ ദൃശ്യങ്ങളിലും അത്തരത്തിൽ തന്നെ ഉള്ള കാര്യങ്ങളെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ പോലും ആ കാര്യത്തിലേക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ആ കാര്യത്തിൽ നമുക്ക് ആ ഒരു കൃത്യമായ വിവരം ആ കാര്യത്തിൽ പ്രേക്ഷകർക്കായി നൽകാൻ സാധിക്കുള്ളൂ. എന്തായാലും ആ വിവരം പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഔദ്യോഗികമായി തന്നെ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശേഷം കുപ്പി കണ്ടെത്തിയതിനു ശേഷം ആളുകളൊന്നും അതിനടുത്തേക്ക് പോയിട്ടില്ല അല്ലേ? ഇപ്പോൾ നമ്മൾ തന്നെ ക്യാമറ ദൂരെ നിന്നുള്ള ദൃശ്യങ്ങളല്ലേ പകർത്തിയിരിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഉൾപ്പെടെയുള്ളവർ നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ കുപ്പി കണ്ടെത്തിയ ആ ഭാഗത്തു നിന്ന് ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന. ഇപ്പോൾ ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട് ഈ പ്രദേശത്തേക്ക്. വിവിധ സർക്കാർ വകുപ്പുള്ള ഉദ്യോഗസ്ഥരാണ് എത്തി പരിശോധന ആവശ്യമാണ്. അതുപോലെ തന്നെയാണ്
ശരി നിയന്ത്രണം സുജു, നടത്തുന്നുണ്ട്. ഏതായാലും ആളുകൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ഒരുപക്ഷെ ഈ ഒരു കണ്ടെയ്നർ ഷിപ്പാണ്, ഒരു ചരക്ക് കപ്പലാണ് തകർന്നത്. അതിൽ 645ഓളം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. ആദ്യ ദിവസം വന്നത് അത് ഹൈ ഫ്രീക്വൻസിയിലുള്ള, അതായത് സൾഫർ കലർന്ന ഓയിലായിരുന്നു, ആ ഫ്യൂൽ ഓയിലാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരികയും ചെയ്തത്. അത് കണ്ടെയ്നറിനുള്ളിൽ നിന്നുള്ള ടാങ്കറിൽ നിന്നുള്ളതാണ് പുറത്തു വന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ടെയ്നറിലുള്ള പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് തുണിത്തരങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റു ഭക്ഷ്യവസ്തുക്കളൊക്കെ ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തീരത്തടിഞ്ഞ കുപ്പി എന്ന് പറയുന്നത് ഒരുപക്ഷെ പേടിക്കാൻ സാധ്യതയുള്ളതാണെന്ന് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു പരിശോധന നടത്തുന്നത്? ഔദ്യോഗികമായി എന്തെങ്കിലും വിവരം നൽകാൻ അവിടെ ആരാണ് ഉള്ളത്? കസ്റ്റംസിൻ്റെ അധികൃതർ അവിടെ എത്തിയിട്ടുണ്ടോ നിലവിൽ? താലൂക്ക് ഓഫീസർ സിജു, ഇപ്പോൾ കരുനാഗപ്പള്ളി തഹസിൽദാറും ഡെപ്യൂട്ടി കളക്ടറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ കുപ്പി കണ്ടെത്തിയത് ഇത് കണ്ടെയ്നറിൽ നിന്നുള്ള MSC എൽസ 3 എന്നുള്ള കുപ്പിയാണെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സ്ഥിരീകരണമില്ല. എന്തായാലും ഈ സാധാരണ രീതിയിൽ ഈ കടപ്പുറത്ത് കാണാത്ത തരത്തിലൊരു വസ്തു കണ്ടതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസിൽ നാട്ടുകാർ വിവരം അറിയിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്ഥലത്തെ തഹസിൽദാറും അതുപോലെ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള സംഘം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവർ ഈ സ്ഥലം സന്ദർശിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അവർക്ക് ലഭ്യമാകാൻ വേണ്ടി നമുക്ക് ചേട്ടാ ഇത്തരത്തിലെ കാര്യങ്ങളൊക്കെ ഈ തീരത്ത് കാണാറുള്ളതാണോ? ഇല്ല, ഇങ്ങനെ ആദ്യമായിട്ട് കാണുക ഇത്. പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആൾക്കാർക്കൊരു സംശയം, അല്ലാതെ വേറെ ഒന്നുമില്ല. എന്തുവാണെന്ന് ഇതുവരെ അറിയില്ല. അത്ര ഈ പ്രദേശവാസികൾ തന്നെയാണ് പോലീസിനെയൊക്കെ വിളിച്ചറിയിച്ചത് അല്ലേ? അല്ലേ, ഇവിടെ ഉള്ളവർ തന്നെ. ഇത് എപ്പോഴാണ് ഇങ്ങനെ കണ്ടത്? ഇന്ന് രാവിലെ ഒരു 6 മണിയായപ്പോൾ ഇത് കണ്ടത്. ഇതിന് മുമ്പും ഇങ്ങനത്തെ ചെറിയ ചെറിയ കുപ്പികൾ ഇവിടെ അടിഞ്ഞിട്ടുണ്ട്. ഇത് ഓയിലും അത് എണ്ണയും ആയിട്ട് അടിഞ്ഞിട്ടുണ്ട്. ഇത് പാകൽ പിടിച്ച് കിടക്കുകയായിരുന്നു ഇതിനകത്ത്. ഇപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഈ വാർത്ത കണ്ടപ്പോൾ സംശയം തോന്നിയതില്ലേ? സംശയം തോന്നി അറിയിച്ചത് ഇവിടെയുള്ളവർ തന്നെയാണ് പോലീസിലേക്ക് അറിയിച്ചത്. ഇപ്പൊ ദൃശ്യങ്ങളിലേക്ക്, അതായത് ഡെപ്യൂട്ടി കളക്ടറും തഹസിൽദാർ ഉൾപ്പെടെയുള്ള സംഘമാണ് ഇപ്പോൾ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഇനിയും വിശദീകരണം അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും പ്രദേശവാസികൾ പറയുന്നത് സാധാരണ രീതിയിൽ ഇത്തരമൊരു കുപ്പി ഇവിടെ അടിയാറില്ല. എന്നാൽ പലപ്പോഴും ഇത്തരത്തിൽ ചില കാര്യങ്ങളൊക്കെ വന്ന് അടിഞ്ഞിട്ടുള്ള ചരിത്രവും അവർ ഓർത്തെടുക്കുന്നു. ആളുകൾ തന്നെയാണ് ഇത് കൃത്യമായി പോലീസിൽ അറിയിച്ചും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കരുനാഗപ്പള്ളി താലൂക്കിൽ നിന്ന് തഹസിൽദാർ ഉൾപ്പെടെ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അവർ ഇക്കാര്യത്തിൽ ഒരു പരിശോധന അല്ലെങ്കിൽ സ്ഥലത്തെത്തി കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ നമ്മൾ നിൽക്കുന്ന ഈ ഇത്തരത്തിൽ ഈ തീരത്തുള്ളവരെയും മറ്റ് പ്രദേശവാസികളെയും പരിഭ്രാന്തരാക്കേണ്ട സാഹചര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുമ്പോൾ പോലും അജ്ഞാത വസ്തു എന്ന് ആദ്യം നമ്മൾ പറഞ്ഞെങ്കിൽ പോലും പിന്നീട് നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞതൊരു കുപ്പിയാണ്. ആ കുപ്പിയിൽ എന്താണുള്ളതെന്നുള്ളത് ഇനി തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഇതിൽ നിന്ന് തന്നെ വന്നതാണോ എന്ന് അറിയാൻ കഴിയില്ല. ഏതായാലും ഒരു വസ്തു കണ്ടെത്തി ഇനിയിപ്പോൾ ബന്ധപ്പെട്ട അധികൃതർ അവിടെ എത്തി അത് പരിശോധിക്കുകയും ചെയ്യും. നിലവിൽ ഈ കണ്ടെയ്നറുകൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് ചെറിയഴീക്കൽ അടിഞ്ഞ കണ്ടെയ്നർ അല്ലെന്ന് തോന്നുന്നു. ആ കണ്ടെയ്നർ കരയ്ക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൻ്റെ ഒരു വശത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കാലിയായ കണ്ടെയ്നറാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കണ്ടെയ്നറുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര കണ്ടെയ്നർ കരയ്ക്കെടുക്കാൻ കഴിഞ്ഞു? എത്ര കണ്ടെയ്നർ ഇപ്പോൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുക? ഏതെങ്കിലും പുതിയ വിവരം വരുന്നുണ്ടോ? ഏതെങ്കിലും പുതിയ കണ്ടെയ്നർ കൊല്ലം തീരത്തേക്ക് വരുന്നതായ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? സിജു, ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ആവശ്യമാണ്. കോസ്റ്റ് ഗാർഡ് കസ്റ്റംസ് അല്പസമയം മുമ്പ് കൈരളി ന്യൂസിനോട് പ്രതികരിച്ചപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒരു ഓൺലൈൻ മീറ്റിംഗ് കൂടിയ ശേഷം ഇത് തീരത്തേക്ക് അടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉടൻ കൈക്കൊള്ളുമെന്ന്. ഇത് ഈ പ്രദേശവാസികൾ പറയുന്നൊരു കാര്യമുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അടുപ്പിക്കേണ്ടതുണ്ട്. കാരണം ഈ കടലിലെ വേലിയേറ്റവും മറ്റ് കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ തിരികെ പോകാതെ തന്നെ തിരികെ ഇത് കരയ്ക്ക് അടുപ്പിക്കുന്നതായിട്ട് ആവശ്യം കൂടിയുണ്ട് എന്നത് കൂടിയാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ള നടപടികൾ വേഗം കൈക്കൊള്ളാൻ തന്നെയാണ് ഈ കസ്റ്റംസിന്റെ തീരുമാനം. ഇപ്പോൾ എന്തായാലും സ്ഥലത്തുള്ള ജനപ്രതിനിധികൾ, പോലീസ് എല്ലാം ശ്രദ്ധിക്കുന്ന ഒരു കാര്യവും നമുക്കറിയാം. പോലുള്ള രാസവസ്തുക്കൾ ഉണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. 13 കണ്ടെയ്നറുകളിലാണ് അപകടകരമായ വസ്തുക്കൾ, ഹാനികരമായ രാസവസ്തുക്കളുള്ളത്. ഇത് കടലിലെ ഉപ്പുവെള്ളമായി ചേർന്ന് കഴിഞ്ഞാൽ സ്ഫോടനം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന അറിയിപ്പും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ തന്നെ എല്ലാ മുൻകരുതലുകളും ജാഗ്രതയും പാലിക്കുക എന്നുള്ളതാണ്. ഇത്തരം ഏതെങ്കിലും അജ്ഞാത വസ്തു എന്ന് ഉദ്ദേശിക്കുന്നത് പരിചിതമല്ലാത്ത കാര്യങ്ങൾ കടൽ തീരത്ത് കണ്ടെയ്നർ ഉൾപ്പെടെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സമീപത്തേക്ക് പോകാതിരിക്കുക. ഏറ്റവും കുറഞ്ഞത് 200 മീറ്റർ
മീറ്ററെങ്കിലും അകലം പാലിക്കാനാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുള്ള നിർദ്ദേശം ലഭിച്ചു. ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ പ്രവർത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത് നീക്കം ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളിലൊക്കെ സർക്കാരും വിവിധ വകുപ്പുകളും കസ്റ്റംസ് ഒക്കെ തന്നെ നടപടികൾ കൈക്കൊള്ളും. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചോളം ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെങ്കിൽ പോലും ആളുകൾ കരുതേണ്ട ഒരു കാര്യം, കരുതൽ എടുക്കേണ്ടത് കാര്യം എന്ന് പറയുന്നത് ഇതിൽ അകലം പാലിക്കുക, കൃത്യമായി തന്നെ നിർദ്ദേശങ്ങൾ സർക്കാർ തലത്തിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതാണ് ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാട്ടാനുള്ളത്. അതുതന്നെയാണ് ഒരു പ്രധാന കാര്യം. നമുക്ക് ഇവിടെ തഹസിൽദാറും ഡെപ്യൂട്ടി കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പരിഭ്രാന്തമാകുന്ന വാർത്തകൾ ഓരോ ദിവസവും വരാൻ സാധ്യതയുണ്ട്. കാരണം കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ എവിടെ വേണമെങ്കിലും കണ്ടെയ്നർ അടിയാം. അതിപ്പോൾ കൊല്ലത്ത് 3 കണ്ടെയ്നർ അടിഞ്ഞു, ആലപ്പുഴയിൽ 1 കണ്ടെയ്നർ അടിഞ്ഞു. ഇനി അതോടൊപ്പം തൃശ്ശൂർ, കൊച്ചി, അങ്ങോട്ടുള്ള എല്ലാ, അതായത് മലബാർ മേഖലയിലുള്ള തിരൂർ, താനൂർ, കടപ്പുറം അടക്കമുള്ള മേഖലകളിൽ ഈ ഇത്തരത്തിലുള്ള കണ്ടെയ്നറിലുള്ള വസ്തുക്കൾ അടിയാൻ സാധ്യതയുണ്ട്. ഇവിടെ ഉയരുന്ന ഒരു പ്രശ്നം, ഈ കണ്ടെയ്നറുകളിൽ എന്തായിരുന്നു എന്നുള്ളത് അറിഞ്ഞാൽ പരിഭ്രാന്തി ഏറെക്കുറെ തീരും. അത് പരിശോധിക്കേണ്ടത് ഈ കണ്ടെയ്നർ കയറ്റിവിട്ട സ്ഥലം, അതോടൊപ്പം ഷിപ്പിംഗ് കമ്പനി, കസ്റ്റംസ്. ഈ കസ്റ്റംസ് അധികൃതരാണ് ഇതുമായി സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം കൈമാറേണ്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പ്ലോസീവ്, പരിസ്ഥിതിക്ക് ഹാനികരമാകുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഇത്തരത്തിലുണ്ടോ, മനുഷ്യർക്കും മൃഗങ്ങൾ അതോടൊപ്പം തന്നെ മത്സ്യസമ്പത്തിനും ഭീഷണിയാകുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടോ എന്നാണ് അറിയേണ്ടത്. പക്ഷേ ഈ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ട കുപ്പി തന്നെ കാലപ്പഴക്കമുള്ളതാണ്. വെള്ളത്തിൽ കാലങ്ങളായി ഒഴുകിക്കിടക്കുന്ന ഒരു സാധനം, ഒരു വസ്തു, ഒരു കുപ്പിയുടെ രീതിയാണ് അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഈ കണ്ടെയ്നറിൽ നിന്നുള്ള ഈ ഷിപ്പിൽ നിന്ന് വന്ന കുപ്പിയാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇക്കാര്യത്തിൽ ഒരു ചെറിയ വിഷയം മാത്രമാണ്. പക്ഷേ അറിയേണ്ടത് ഈ 645 കണ്ടെയ്നറുകളാണ് ഈ ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ ആദ്യ ദിവസം നമുക്ക് പുറത്തു വന്നത് 6 അല്ലെങ്കിൽ 8 കണ്ടെയ്നറുകൾ ഒഴുകി എന്നുള്ളതാണ്. ആ ഒഴുകിയ കണ്ടെയ്നറുകളാണ് ഇപ്പോൾ തീരത്തേക്ക് വന്നത്. എന്താണ് ഇതിലുള്ളതെന്ന് അറിയേണ്ടതുണ്ട്. ഏതായാലും അവിടെ ഈ ചെറിയഴീക്കൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥനുണ്ടോ? അതായത് സിജു, ഇപ്പോൾ ഉള്ളത് ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. അവർ സ്ഥലത്തെത്തി കാര്യങ്ങൾ പരിശോധിക്കുന്നുള്ളൂ. അവർക്കും ഇക്കാര്യത്തിൽ വ്യക്തത ആവശ്യമാണെങ്കിൽ പോലും അവർ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് മുമ്പോട്ട് വന്നത്. ഇവിടെ ഹലോ, ഇതിപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നാട്ടുകാരാണ് വിവരം അറിയിച്ചിരുന്നത്, അങ്ങനെയാണോ? അതെ അറിയിച്ചു. ഇങ്ങനെ ഒരു ഇത് കണ്ട് നമ്മൾ പരിശോധിച്ചിട്ട് എന്താണെന്ന് പറയാം. അത് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്, ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം മാത്രമേ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. നോക്കിയിട്ട് പറയാം. ഇത്തരം ഒരു സാഹചര്യത്തിൽ ആളുകൾ അകലം പാലിക്കുക, കൃത്യമായി വിവരം അങ്ങനെയാണ്. അത് നമുക്ക് നിർദ്ദേശമുണ്ട്, 200 മീറ്റർ അകലം പാലിക്കാനുള്ള നിർദ്ദേശമുണ്ട്. എന്തായാലും ഞങ്ങൾ ഫോട്ടോ അയച്ചു കൊടുത്തു, നോക്കട്ടെ. ഈ അഴീക്കലെങ്കിൽ 2 കണ്ടെയ്നറാണ് അടിഞ്ഞിരിക്കുന്നത് അല്ലേ? അഴീക്കൽ 2 അഴീക്കൽ 2 CFA ഗ്രൗണ്ടില്ല, അവിടെ ഒരെണ്ണം. മറ്റൊന്ന് ഇവിടെ അഴീക്കൽ വന്നിരിക്കുന്ന 2 കണ്ടെയ്നറും പിന്നെ കുറച്ചങ്ങോട്ട് പരിശോധിച്ചിട്ട് വിവരം പറയാം. ഡെപ്യൂട്ടി കളക്ടറാണ് ഈ വിവരം ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിച്ചത്. അഴീക്കൽ തുറമുഖത്തെ 2 കണ്ടെയ്നറുകളാണ് അടിഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് ഈ കാണുന്ന ഈ സ്ഥലത്താണ്. ഇതാണ് ഇപ്പോൾ ഇവിടുന്ന് നൽകാൻ സാധിക്കുന്ന വിവരം. സിജു. ശരി സുജു, ഏതായാലും ജില്ലാ റവന്യൂ അധികൃതർ അടക്കം അവിടെ എത്തിച്ചേർന്നിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് നൽകിയ നിർദ്ദേശം 200 മീറ്ററിന് അകലെ നിന്ന് മാത്രമേ, അല്ലെങ്കിൽ കടലിൻ്റെ 200 മീറ്റർ അകലെ മാത്രമേ നിൽക്കാവൂ എന്നുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിലേതായാലും നമുക്ക് നൽകാൻ കഴിയുന്ന വിവരമനുസരിച്ച് ഈ അജ്ഞാത വസ്തുവിനെ സംബന്ധിച്ച് റവന്യൂ അധികൃതർക്കും വലിയ അതിന് ആശങ്കപ്പെടേണ്ടതില്ല എന്ന തരത്തിലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ അവർ പറഞ്ഞ പ്രകാരം അഴീക്കൽ മാത്രം 2 കണ്ടെയ്നർ അടിഞ്ഞിട്ടുണ്ട്. അതിൽ 1 കണ്ടെയ്നർ കാലിയാണെന്ന് മനസ്സിലായി. അടുത്ത കണ്ടെയ്നറിൽ എന്താണ്, അതിലെന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെന്ന് മനസ്സിലാകുന്നുണ്ടോ? അതായത് 1 കണ്ടെയ്നർ കാലിയാണെന്നുള്ള കാര്യമാണ് ലഭിക്കുന്ന വിവരം. നമുക്ക് അതിന് പുറമേ നിന്ന് മനസ്സിലാക്കുന്ന വിവരങ്ങളാണ്. അത് തുടർന്ന് ഉള്ളിൽ പരിശോധനയൊക്കെ കസ്റ്റംസ് ഒക്കെ എത്തിയ ശേഷമേ സാധ്യമാവത്തുള്ളൂ. എന്നാലും പുറമേ നിന്ന് ലഭിക്കുന്ന വിവരമല്ല. അതായത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന 1 കണ്ടെയ്നർ കാലിയെന്നും മറ്റൊരു കണ്ടെയ്നറിൻ്റെ അകത്ത് ഈ കോട്ടൺ വസ്തുക്കളെന്നാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് പറയുന്നത്. അദ്ദേഹം അങ്ങനെ നമുക്കവിടെ ഈ കണ്ടെയ്നറിന് പുറത്ത് കാര്യങ്ങൾ വന്നു വരികയും ചെയ്തിരുന്നു. കണ്ടെയ്നർ തുറന്ന് ശക്തമായ തിരമാലയുണ്ട്. രാവിലെ കടൽ അല്പം പ്രക്ഷുബ്ധം തന്നെയാണ്. അത്തരമൊരു ഘട്ടത്തിലായിരിക്കാം ഒരുപക്ഷെ ഇതിൻ്റെ കണ്ടെയ്നർ ലോക്കൊക്കെ തുറന്നു പോകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഏതായാലും ഇപ്പോൾ സുജു ടി ബാബു നിൽക്കുന്ന സ്ഥലത്തേക്ക്, ചെറിയഴീക്കൽ ആ മേഖലയിലാണല്ലോ നിൽക്കുന്നത്, അവിടെ നിരവധി ആളുകൾ കൂടിയിട്ടുണ്ട്. നിലവിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് ആരും പോയിട്ടില്ലല്ലോ, വലിയ തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നല്ലോ. അതോടൊപ്പം തന്നെ സുജു, ഏതായാലും ആ വാർത്തയിലേക്ക്